പുതിയ പുതിയ അറിവുകളെ തേടിയുള്ള യാത്ര അതവനെ കൊണ്ടെത്തിക്കുന്നത് പരവുമായ ഒരിടത്തേക്കാണ്. നാരായണഗുരു അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അറിവിലും ഏറിയിരിക്കുന്നതായ ഒരറിവിനെ പറ്റി പറയുന്നു. സാധാരണ അറിവുകളുടെ തലത്തിനപ്പുറത്തുള്ളത്. ഏതാണ് സാധാരണമായിട്ടുള്ള അറിവുകൾ? വേദാന്തത്തിൽ അതിനെ സംഗതമായി പറയുന്ന വാക്ക് സ്വാഭാവികമായ ജ്ഞാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപാധികളോട് കൂടിയ അറിവ്. നമുക്ക് അറിവ് സന്നികൃഷ്ടമാകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം. കണ്ണുകൊണ്ട് കാണുമ്പോൾ കാഴ്ച എന്ന അനുഭവം, ആ കാഴ്ച എന്നൊരു അനുഭവം ഒരു അറിവാണ്. അവിടെ ഉപാധിയായിരിക്കുന്നത് കണ്ണാണ്. ദൃക്ക്, എന്തിനാണോ കാണുന്നത് അത് ദൃശ്യമാണ്. അപ്പോൾ കാണപ്പെടുന്ന വസ്തു വേണം, കാണുന്നവൻ വേണം. കാണപ്പെടുന്ന വസ്തുവും ഉണ്ടായിരിക്കണം, കാണപ്പെടുന്നവനും ഉണ്ടെങ്കിൽ തന്നെയും അതും മതിയാകാതെ വരും. ഒന്നുകൂടി ആവശ്യമാണ്. അതെന്താണ്? അറിവും കൂടി വേണം. കണ്ണിനെ കാഴ്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായ ഒരു അറിവ് കൂടി ഉണ്ടാകുമ്പോഴേ കാഴ്ചയെ സംബന്ധിച്ചുള്ളതായ ഒരു വസ്തുബോധം അറിയുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഉള്ളിൽ അംഗീകരിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ളതായ അറിവിൻ്റെ പ്രോസസ്സ്, ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രക്രിയകൾ നമ്മളിൽ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ സ്വാഭാവികമായ ജ്ഞാനം എന്ന് പറയുന്നു. ഉപാധി ആവശ്യമാണ്. ഇത്തരത്തിലുള്ളതായ അറിവുകൾ എത്രയോ ആണ്. ആർക്കാണ് ഇവിടെ അറിവില്ലാത്തത്? എല്ലാവർക്കും ഒത്തിരി ഒത്തിരി അറിവുകളുള്ളവരാണ്. പക്ഷേ ആ അറിവുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഗുരു നമ്മെ ഉപദേശിക്കുന്നത് ഇതിലും ഉപരിയായ ഒരു അറിവുണ്ട്. ആ അറിവിനെയാണ് നീ തേടേണ്ടത്, തേറിടേണം എന്ന് ഗുരു പറഞ്ഞില്ലേ? അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തെ കാണുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് ഒരു ഗുരുവിൻ്റെ സവിധത്തിലാണ്. അതാണ് അതിനെ ഏകമാർഗമുള്ളൂ. ആ ഏറിയ അറിവ് ഈ ഉപാധികൾ കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. അങ്ങനെയുള്ളതായ ആ അറിവിനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഗുരു പറയുന്നു, ആ അറിവും അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും അത് ഉജ്ജ്വലിക്കുന്നതാണ്. ആ അറിവിന് യാതൊരു പരിമിതികളുമില്ല. നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ എല്ലാ അറിവുകൾക്കും പരിമിതിയുണ്ട്. ഒരു പരിമിതികളുമില്ലാത്തതായ ഒരു അറിവ് അതെങ്ങനെയാണ്? അതിനെ എങ്ങനെയാണ് തേടേണ്ടത് എന്നുള്ളതായൊരു ഉപദേശം ഈ ആത്മോപദേശം എന്ന് പറയുന്ന ഈ കൃതിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഇവർ പറയുന്നത് യാതൊരു അറിവിനെയാണോ അറിയുന്നത് അത് ആ അറിവ് അറിയുന്നവൻ്റെ രൂപത്തിലും പ്രകടമായി കൊണ്ടിരിക്കുന്നതാണ്. യാതൊന്നിനെയാണോ അറിയേണ്ടത് അത് തികച്ചും നിരുപാധികമാണ്. ഒരു ഉപാധികളും ഇല്ലാതെ അറിയേണ്ടുന്നതായ ആ അറിവ്, അതിനെ എങ്ങനെയാണ് അറിയേണ്ടത്, ഏത് തരത്തിലാണ് തൻ്റെ ജീവിതത്തെ ആയോജനം ചെയ്യേണ്ടത് എന്ന് ഗുരു ഈ കൃതിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു.
സാധാരണ അറിവുകളുടെ തലത്തിനപ്പുറത്തുള്ളതും അതോടൊപ്പം തന്നെ അറിയുന്നവൻ എന്ന രൂപത്തിലും ഭാവരൂപമാർന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായ ആ അറിവ്, അത് സകലതിനും ബീജമാണ്, സകലതിനും കാരണമായിരിക്കുന്നു. എന്താണ് ഈ അറിവ് സകലതിനും കാരണമായിരിക്കുന്നത്? എങ്ങനെയാണ്? കാരണമെന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടാകുന്നതിന് ഒരു കാരണം വേണം. യാതൊരു കാരണത്തെ ആശ്രയിച്ചുകൊണ്ടാണോ ഒരു വസ്തു സൃഷ്ടിക്കുന്നത്, അത് കാര്യമാണ്. ഇത് മോഡമാണ്. ഈ മോഡം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഇത് ഉണ്ടാക്കിയ ആളുടെ ഉള്ളിലുള്ളതായ അറിവ് തന്നെയാണ് അതിന് കാരണം. ആ കാരണം, ഇപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് ചില മെറ്റീരിയൽസ് ആവശ്യമുണ്ട് അല്ലേ? ഈ മെറ്റീരിയൽസ്, കുറച്ച് മെറ്റീരിയലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെങ്കിലും ഇങ്ങനെയുള്ള മെറ്റീരിയലുകൾ കൊണ്ട് ഇത് ഉണ്ടാക്കാമെന്ന് ഉള്ളതായ ഒരറിവ് ആരിലാണോ പ്രകാശിച്ചത്, അതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് മുമ്പും ഇതിനെ സംബന്ധിച്ചുള്ളതായ ഒരു ധാരണ അറിവിൻ്റെ രൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്നു. അത് ഇൻവിസിബിളാണ്, അത് വെറും ആശയം മാത്രമാണ്. പക്ഷേ ആ ആശയം അദൃഷ്ടമാണ്. അദൃഷ്ടമായിരിക്കുന്നതായ ആ ആശയം അദൃഷ്ടമായിരിക്കുന്നതായ അറിവാണ്. അദൃഷ്ടമായിരിക്കുന്നതായ ആ അറിവ് ഇപ്പോൾ ഇതാ ദൃഷ്ടമായിരിക്കുന്നു. കാണാമറിയത്തിരിക്കുന്നതായ അറിവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായി മാറിയതെങ്ങനെ? ഒരത്ഭുതമല്ലേ? അപ്പോൾ ഈ അജ്ഞാതമായിരിക്കുന്നതായ അറിവ് ഇപ്പോൾ ജ്ഞാതമായിരിക്കുന്നൊരു വസ്തുവായിട്ട് പ്രകടഭാവം കൈക്കൊള്ളണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമിരിക്കുന്നു. നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? എല്ലാത്തിനും ആദിബീജമായിരിക്കുന്നത്, എല്ലാത്തിനും കാരണമായിരിക്കുന്നത് എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അറിയപ്പെടുന്നതായ ദൃശ്യപ്രപഞ്ചവും അങ്ങനെ തന്നെയല്ലേ? ഒരാൾ ചോദിക്കുന്നു, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഈ പ്രപഞ്ചം എങ്ങനെയാണ് സംസൃഷ്ടമായി തീർന്നത്? ആരാണിത് സൃഷ്ടിച്ചത് എന്നുള്ളൊരു ചോദ്യമില്ലേ? ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്. ഇതിനെ സംബന്ധിച്ച് എല്ലാ ശാസ്ത്രങ്ങളും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാലും പ്രപഞ്ചരഹസ്യം ഇപ്പോഴും അവർണ്ണനീയമാം വിധം അവശേഷിക്കുകയാണ്. അതിന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തമാക്കാൻ കഴിയാത്തതുകൊണ്ട് മനുഷ്യർ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെവിടെയെങ്കിലും എത്തിച്ചേർന്നതായിട്ട് ഒരു ശാസ്ത്രജ്ഞന്മാരും ഇപ്പോഴും പറഞ്ഞിട്ടില്ല, എത്തിച്ചേരുകയുമില്ല. അത് അജ്ഞാതമായി തുടർന്നുകൊണ്ട് തന്നെയിരിക്കും. പക്ഷെ ഒരു കാര്യം, നമ്മുടെ മുന്നിലിരിക്കുന്നതായ ഏതൊരു വസ്തുവിൻ്റെയും പിന്നിൽ അതിനെ സൃഷ്ടിച്ചതായ, അതിനെ ഉണ്ടാക്കിയതായ ഒരു വ്യക്തിയിരിക്കുന്നു. ആ വ്യക്തിയുടെ ആശയമാണ് ആ വസ്തുവായി രൂപമാറുന്നത് എങ്കിൽ നമ്മുടെ മുന്നിലുള്ളതായി സകല പ്രപഞ്ചത്തിൻ്റെയും ആദി കാരണമായിരിക്കുന്നത് ഏത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമല്ലേ? അത് ലോജിക്കല്ലേ? അപ്പോൾ ചിലർ പറയും അത് നാച്ചുറലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതിന് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു ഫിസിസ്റ്റ് വന്നിട്ട് പറയാണ് ഇതെല്ലാം എനർജിയാണ്,
ഒരു കെമിസ്റ്റ് വന്നിച്ചും പറയാണ് ഇതെല്ലാം കെമിക്കൽ ആക്ഷനാണ്, ഒരു നാച്ചുറലിസ്റ്റ് വന്നിച്ചും പറയാണ് ഇതെല്ലാം നാച്ചുറലാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമിരിക്കുന്നു. അത് വ്യക്തമാകുന്നില്ല. വ്യക്തമാക്കാൻ പറ്റാത്തതായ ഒരു ഇടം അവശേഷിക്കുമ്പോൾ നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കും. മതവിശ്വാസി അപ്പോൾ ദൈവം എന്ന് പറയും. ഇങ്ങനെയല്ലേ പറയൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പേരിട്ട് വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു സുഖവും കിട്ടില്ല. ഇതാരാണ് ഉണ്ടാക്കിയത്? ഇത് ദൈവം സൃഷ്ടിച്ചു. കാര്യം തീർന്നില്ലേ? ഇതിന് എൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ദൈവവിശ്വാസിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതൊരു ഡെഡാണ്, ഡെഡ്നെസ്സാണ്. കാരണം അവിടെ നിന്ന് മുന്നോട്ടില്ല, വിശ്വാസം മാത്രമാണ്. മറിച്ച് ശാസ്ത്രങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എപ്പോഴും ഒരു ഡൗട്ട് ഇരിക്കുന്നു. ആ ഡൗട്ടില്ലെങ്കിൽ, സംശയമില്ലെങ്കിൽ ഇത് അന്വേഷിക്കുമോ? ദൈവവിശ്വാസിക്ക് സംശയമൊന്നുമില്ല, ദൈവം ഉണ്ടാക്കിയതാണ്, കാര്യം തീർന്നു, പിന്നെ അങ്ങ് വിശ്വസിച്ചാൽ മതി. പക്ഷേ അന്വേഷണം അവിടെ തീരുന്നില്ല. ഒരു ദാർശനികൻ എന്ത് ചെയ്യുന്നു? അവൻ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കും. എന്താണ് അവൻ അന്വേഷിക്കുന്നത്? അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ പൊരുളിനെയാണ് അന്വേഷിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് അവനുണ്ടായിരിക്കുന്നു, അവൻ ജീവിക്കുന്നു, അവൻ ഇന്ന് മരിക്കുന്നു. ഈ പ്രഹേളികയുടെ പിന്നിലുള്ളതായ അർത്ഥം എന്താണ് ഇതിൻ്റെ പൊരുൾ എന്നാണ് അവനും അന്വേഷിക്കുന്നത്. നാരായണ ഗുരു തൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന ഒരു തലം, എല്ലാത്തിനും കാരണമായിരിക്കുന്നതായ ആ ആദി ബീജത്തെ ഗുരു വളരെ ലളിതമായൊരു വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അത് കരുവാണ്. കരുവാനാണല്ലോ എല്ലാത്തിനും ഉണ്ടാക്കുന്നത്. കുറച്ച് മണ്ണെടുത്ത് കുഴച്ച് ഒരു മൺപാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മൺപാത്രത്തിൻ്റെ കരുവാൻ ആയിരിക്കുന്നത് കുശവനാണ്, പഴയ രീതിയിൽ പറഞ്ഞാൽ. അവൻ്റെ ആശയമാണിത്. ഒരു കുടമുണ്ടാക്കണം. എന്തിനാണ് കുടം ഉണ്ടാക്കുന്നത്? അതിനൊരു പ്രയോജനം വേണ്ടേ? പ്രയോജനമില്ലാതെ എന്തെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ അതിൻ്റെ പ്രയോജനത്തെ അവൻ അതിൻ്റെ മുന്നേ പിന്നെയും കണ്ടിട്ടുണ്ട്. അതിന് ഫിലോസഫിയിൽ പറയുന്ന ആക്സിയോളജിക്കൽ വാല്യൂ എന്നാണ്. ഒരു പ്രയോജനമില്ലാതെ ഒന്നും ഇവിടെ ആരും ഒന്നും സൃഷ്ടിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചകർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു മതവിശ്വാസി, ആ മതവിശ്വാസി കരുതുന്നത് എന്താണ്? പ്രപഞ്ച സൃഷ്ടാവിന് ഇതിനെ സംബന്ധിച്ച് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഇത് ഉണ്ടാക്കുകയില്ലല്ലോ. ആ പ്രയോജനത്തെയാണ് അവൻ അന്വേഷിക്കുന്നത്. ഇവൻ അന്വേഷിച്ച് കണ്ടെത്തുന്നത് എവിടെയാ? അവനെ തന്നെയാണ്. പ്രപഞ്ചരഹസ്യം അന്വേഷിച്ചു പോകുന്നതിന് കണ്ടെത്തുന്നത് അവൻ്റെ രഹസ്യത്തെ തന്നെയാണ്. കാരണം എന്താണ്? അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴുണ്ടാകുന്നതായ ഒരു ഉൾവെളിവ്, അന്വേഷിക്കുന്നവന് എപ്പോഴും അറിവുണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക? സന്തോഷമല്ലേ ഉണ്ടാവുക? അതിരി കൂടിയ സന്തോഷമാണെങ്കിലോ? സർവ്വതും ഉപേക്ഷിച്ച് സകലതും ഈ ഭൗതിക ലോകത്ത് വേണ്ടാന്ന് വെച്ചിട്ട് അതൊക്കെ എനിക്ക് വേണ്ട സമയത്ത് അത്യാവശ്യമുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ള ഒരു പൂർണ്ണമായ ദൃഢബോധത്തോടു കൂടി അതിന് വിട്ടൊഴിയുവാനുള്ളൊരു ആദ്യത്തെ ഒരു മനോഭാവമുണ്ട് വിട്ടൊഴിയുന്ന സമയത്ത്. പക്ഷെ അതിനവൻ തയ്യാറായി. വേണ്ടത്ര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രയോജനം എന്താണെന്നൊക്കെ അവനറിയാം. അതൊക്കെ താൽക്കാലികമായ പ്രയോജനങ്ങൾ മാത്രമാണെന്ന് കരുതിയിട്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ തൻ്റെ സ്വയം സ്വത്ത് ബോധത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തെ ആയോജനം ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നതായ ഒരു തലമുണ്ട്. ആ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവനുണ്ടാകുന്നതായ ഒരു കണ്ടൻമെൻറ്റ്, ഒരു സംതൃപ്തി, അത് ആനന്ദമാണ്. അതിനപ്പുറം പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ
എന്തിനു വേണ്ടിയിട്ടാണോ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് വയ്ക്കുന്നത്, അത് തൻ്റെ ആഴങ്ങളിലേക്ക് പോയി, തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഗുരുവിൽ നിന്നും വീണ് കിട്ടിയതായ അമൃതമായ വാക്കുകൾ തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി സത്യശോധന ചെയ്ത് അതിൻ്റെ പൊരുളെന്താണെന്ന് തന്നിൽ നിന്നും അന്യമല്ലാതെ അറിയുന്നതായ ആ അനുഭൂതിഗതിയുടെ ഒരു നിമിഷം, അതാണ് ഇവിടെ ഗുരു പറയുന്നത്. ആ കരുവിന് അതിനെ സാധ്യമാക്കി തീർക്കണമെങ്കിൽ ഒരു മെത്തഡോളജി ഉണ്ട്. ഏത് ശാസ്ത്രം പഠിക്കണമെങ്കിലും ഒരു മെത്തഡോളജി ഉണ്ട്. ഇവിടെ വിഷയം എന്താണ്? അറിവിനെ സംബന്ധിക്കുന്നതാണ്. ആ അറിവുണ്ടായതുകൊണ്ട് എന്താണ് പ്രയോജനം? പരമമായ ആനന്ദം ഉണ്ടാകും അത്രേ. ആര് പറഞ്ഞു അത്? അത് ഗുരു പറഞ്ഞതാണ്. ഗുരു പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഗുരു ഹൃതമായതിനെ പറയൂ, അനൃതമായതിനെ പറയുന്നില്ല. അസത്യത്തെപ്പറ്റി ഗുരു പറയുന്നില്ല. കാരണം ഗുരു സത്യം തന്നെയാണ്. സത്യമായിരിക്കുന്നതായ ഗുരുവിൻ്റെ വാക്കുകൾ അമൃതമാണ്, അത് അനശ്വരമാണ്. അതുകൊണ്ട് അവൻ ഗുരുവിനെ വിശ്വസിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് മതത്തിൻ്റേതാണെങ്കിൽ പോലും ഒരു മതത്തിൻ്റെ സ്വഭാവം സത്യാന്വേഷിയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പകുതിയിലുണ്ടെന്നർത്ഥം. അങ്ങനെ ആ വിശ്വാസം, ഗുരുവിനോടുള്ള വിശ്വാസം, അതിനാണ് ശങ്കരാചാര്യസ്വാമികൾ ശ്രദ്ധ എന്ന് പറഞ്ഞത്. ശാസ്ത്രവാക്യങ്ങളോടുള്ള ദൃഢത, ഗുരുവാക്യത്തിലുള്ളതായ വിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, ഇത്രയും ചേർന്ന് കഴിയുന്നത് എങ്ങനെയാണോ ഒരുവനിൽ ശ്രദ്ധ അങ്കുരിക്കുന്നത്, ആ ശ്രദ്ധയെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ശ്രദ്ധയോടുകൂടി ഗുരുവാക്യങ്ങളെ അനുസൂതമായി മനനം ചെയ്ത് തൻ്റെ ജീവിതത്തിൽ തന്നെ അത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി പോകുമ്പോൾ അതിനെയാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഏതൊരു വിഷയമാണോ ഉള്ളത് അതിനെ സമീപിക്കേണ്ടുന്നതായൊരു സമീപന രീതി, അത് അന്തിമമായി എത്തേണ്ടുന്നതായൊരിടം, അതിൻ്റെ പ്രയോജനം, ഇതിനാർക്കാണ് കഴിയുക? അതിന് അധികാരിയായിരിക്കണം, യോഗ്യത ഉണ്ടായിരിക്കണം. ഏതൊരു പഠനത്തിനും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അധികാരിയല്ലാത്തവന് സാധിക്കുന്നില്ലല്ലോ. ഇപ്പോൾ +2 കഴിഞ്ഞാലേ ഡിഗ്രിക്ക് പോകാൻ കഴിയുള്ളൂ, ഡിഗ്രി കഴിഞ്ഞാലേ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അത് ആധികാരി ഭേദങ്ങളാണ്. ഇവിടെ എന്താണ് ആധികാരികതയ്ക്ക് ഒരടയാളം പറയുന്നത്? നിനക്ക് താല്പര്യമുണ്ടോ ഇതിനറിയുവാൻ? ഏതിനറിയുവാൻ? അവൻ അറിയുന്നില്ല. പക്ഷേ ഇതുവരെ അറിഞ്ഞ അറിവുകളൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഇതുവരെ ജീവിച്ച ജീവിതം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഇതിനപ്പുറത്തിരിക്കുന്നതായ ജീവിതത്തിൻ്റെ പൊരുളെന്താണ്? ഈ പ്രതിഭാസം എന്താണ് വാസ്തവത്തിൽ? ഈ പ്രഹേളിക വന്ന് എന്നെ സദാസ്വാമിയും അലട്ടിക്കൊണ്ടിരിക്കുന്നുവല്ലോ എന്ന് ആരാണ് തിരിച്ചറിയുന്നത്? അത് തിരിച്ചറിയുന്നവൻ പരമമായത് ഒന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിതത്തെ അതിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. അവനാണ് അധികാരി. അത് ഏതെങ്കിലും തരത്തിലുള്ളതായ കോളേജ് വിദ്യാഭ്യാസമൊന്നും അതിനാവശ്യമില്ല. കാരണം നാരായണ ഗുരു സ്കൂളിലും കോളേജിലൊന്നും പോയിട്ടില്ല, രമണ മഹർഷി പോയിട്ടില്ല. പല ഋഷിമാരെ നോക്കുമ്പോൾ അവരെങ്ങും ആരുടെയും കീഴിൽ പഠിക്കാനൊന്നും പോയിട്ടില്ല. അവർക്ക് അവർ തന്നെ ഉത്തരമായി കണ്ടുകൊണ്ട് ജീവിക്കുകയായിരുന്നു മൗനമായിട്ട്. അപ്പോൾ ശാന്തി വേണോ? സമാധാനം വേണോ? അതിൻ്റെ ജീവിതം എന്താണ്? അതെങ്ങനെ ജീവിച്ചാലാണ് നമുക്കത് കിട്ടുക? കിട്ടുന്നതല്ല, തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായ ആ അമൃതമായ ആ തലത്തെ, ആ സുഖത്തെ, ആ ശാന്തിയെ, ആ സമാധാനത്തെ തടഞ്ഞു വച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ കാണുന്നതിൻ്റെ പിന്നാലെ പോവും, കേൾക്കുമ്പോൾ കേൾക്കുന്നതിൻ്റെ പിന്നാലെ പോവും. എവിടേക്കാണോ ഐന്ദ്രികമായ
സ്വാധീനങ്ങൾ വരുന്നത്, സ്വാഭാവികമായും അത് പോകും. അതിനെ എത്രയോ ജന്മങ്ങൾ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. സംസ്കരണം കൊണ്ട് ശാന്തമാകാൻ. ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ളതായ ആധ്യാത്മിക താല്പര്യം കൊണ്ട്, ആത്മീയമായ ഇടപെടലുകൾ കൊണ്ട് ഒന്നിനെയും നിയന്ത്രിച്ച് വയ്ക്കുവാൻ സാധ്യമല്ല, നിയന്ത്രിച്ച് വയ്ക്കുകയും അരുത്. കാരണം ആ വ്യക്തി അസ്വസ്ഥനായി മാറും. മറിച്ച് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ളതായ സംസ്കരണം കൊണ്ട് അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്.